അപ്പം ഉമ്മയും കോഴിക്കുട്ടി ഉമ്മയും ഉമ്മാൻ്റെ കോഴി ഉമ്മാൻ്റെ ചങ്കാണ് ഇട്ടത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ ഭയങ്കര മുറ്റൊക്കെ നന്നാക്കണ ഇതിലാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ പല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പുതിയ പുതിയ തീരുമാനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ മോർണിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഉമ്മയും കോഴിക്കുട്ടി ഉമ്മയും ഉമ്മാൻ്റെ കോഴി ഉമ്മാൻ്റെ ചങ്കാണ് ഇട്ടത്. ഇവളെ പേരെന്തമ്മ പേരിട്ടു നിങ്ങൾ? പേരൊന്നുമില്ല, കോഴി തന്നെ. കോഴി അല്ലേ, അത്രയും വലിയ സംഭവമായിട്ട് കൊണ്ടെടുക്കുക ഉമ്മാൻ്റെ കോഴി. അത് മുട്ടടല്ലേ ഉമ്മ? മുട്ടട വന്നിക്കുക. നമ്മൾ തേങ്ങ ചട്നി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൂസായമ്മ ടൈറ്റ് ആവും, ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ ഭയങ്കര മുറ്റൊക്കെ നന്നാക്കണ ഇതിലാണ്. കുഞ്ഞിക്കൈക്കോട്ടും ഉണ്ട്, വലിയ കൈക്കോട്ടും. ക്ഷീണിച്ചാ പണിക്കാരെ? ആയിക്കോട്ടെ, കുറച്ച് പേരുണ്ട്. എന്താ വേണ്ടേ കൂലി? കിൻഡർ ജോയ് മതിയോ? ഇവിടെ മുറ്റൊക്കെ ആകെ പുല്ലായിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിന് ഇറങ്ങിയാണ് രണ്ടാളും കേട്ടോ. അപ്പോൾ ഉമ്മ കൈക്കോട്ട് എടുത്തപ്പോൾ അസു കുഞ്ഞിക്കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയതാണ്. ഇതാ കൊണ്ടുപോകുന്നു ഓൻ കൊത്തിയതൊക്കെ. എവിടെ കൊണ്ടുപോയിടുന്നേ? ക്ഷീണിച്ചാ? ഇല്ലല്ലേ, എന്നാ കൊത്തിക്കോ. ഓ കൊത്തി എടുക്കണോക്കി പുല്ല്. എന്താണ് സ്പീഡ് ഉണ്ടോ, കൊണ്ടു പോണോക്കി. ഓൻ ഇപ്പാൻ്റെ ഒക്കെ അല്ലേ. ആഹാ, കൊത്തലറിയില്ലാറാണ്. നല്ല ഊക്കുണ്ടല്ലോ. ആഹാ, ഓട്ടടിയും ചായ കുടിച്ചിട്ടുള്ള ഊക്കാണ്. ഡയറ്റിങ് കോംപ്ലൈന്. നമ്മള് ഈ പൂവ് നല്ല ഭംഗിയുണ്ടല്ലേ അമ്മ കാണാന്. പുളിയണ്ടാണ്. എവിടേക്ക് പോവാ? നീ എങ്ങട്ടാ പോന്നേ? ഞങ്ങള് പോയിമ്മ വരില്ല പോയി. അസോ പോവല്ലേ അമ്മനോട്. അപ്പോൾ അസുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. അതുകൊണ്ടാണ് ഉമ്മ ഇടയ്ക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരി കാരമ്പക്ക് പോകുന്ന ടൈമിൽ ഉമ്മ ഇതാ പാർസലാക്കിയൊക്കെ തന്നിട്ടുണ്ട്. ചട്നി വരെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കി തന്നിട്ടുണ്ട്. കാരണം ഹസൂന് നീ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹസൂന് അവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പത്തിരി മതിയെന്ന്. ഹസൂന് ഇതാ ഉമ്മ ഇതാ കൊടുത്തയച്ചിട്ടാ കഴിച്ചോ. ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കിയതാട്ടോ. ഹസൂന് ഇതിൽ എന്താ വേണ്ട? ഇഡ്ഡലിയാണോ പത്തിരിയാണോ വേണ്ടി? പത്തിരിയാ വേണ്ടി ഹസൂന്? എന്നാ ബീഫ് കൂട്ടി കഴിച്ചോട്ടോ. ഇത് ഞാൻ കഴിച്ചോളാം. ഓക്കെ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് ഉമ്മ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറി എന്നോട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു വെള്ളേരി ഉണ്ട്, ചെറിയൊരു പീസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇതൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ
അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. എല്ലാം ഞാനിതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് തൂമ്പിച്ച് അങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങ അരക്കുന്നവർക്ക് അങ്ങനെ ചെയ്യും. തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അടുപ്പിൽ കൊണ്ട് വെക്കട്ടെ. അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ പണിക്ക് പോവുകയും ചെയ്യാം. അത് 2 വിസിലായിട്ട് നമുക്ക് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലായാലും അവിടെയൊക്കെ ഗ്യാസിലാണ് കൂടുതൽ യൂസ് ചെയ്യല്. പിന്നെ ഉമ്മ ഇവിടെ ചില ടൈമിൽ ചോറ് ഇവിടെ അടുപ്പിലിടും. പക്ഷെ വെള്ളേരിയിൽ ഫുള്ള് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കറി അത് വെക്കാമെന്ന് ചോദിച്ചിട്ട് ബീഫ് നൈറ്റത്തെ കുറച്ച് ഉണ്ടായിരുന്നു, ഉമ്മ വരട്ടിയത്. അപ്പോൾ അതും ചോറൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇവിടെ ഉപ്പാനെ കാണാൻ വേണ്ടി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ മുസമ്പിൻ്റെ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗസ്റ്റൊക്കെ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പരിപ്പ് കറിക്ക് ഞാൻ തേങ്ങ അരക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ മലയാളികളും മലപ്പുറംകാരും ആയാലും വീട്ടിലെന്താ ഉള്ളത് അത് വെച്ചിട്ട് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കലാണ് സാധാരണ. അപ്പോൾ സംഭവം എന്തായാലും കിടുവാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ എന്താണ് ഉച്ചക്കേക്ക് എന്ന് പറഞ്ഞാൽ വിചാരിച്ച് നിൽക്കുമ്പോൾ കോഴിമുട്ട കണ്ട്. അപ്പോൾ കോഴിമുട്ട ബുൾസൈയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം വലിയ സ്പെഷ്യലൊന്നുമില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇതുപോലത്തെ മെഷീനൊക്കെ വെച്ചിട്ടാണ് വീട്ടുജോലികൾ പെട്ടെന്നാകൽ. വെള്ളേരിയിൽ ഒരുപാട് മെഷീനും കാര്യമൊക്കെ ഉണ്ട്, കിച്ചൺ ടൂൾസ്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര നമ്മളെ പണികളെ ഏറ്റവും സിമ്പിളാക്കുന്ന ഓരോ മെത്തേഡുകളാണ് ഈ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടായാൽ. അപ്പോൾ എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമുണ്ട്. കോഴിമുട്ടയിൽ കുറേ ഉള്ളി ഇടുന്നത്. അപ്പം ഞാൻ ആ ഒരു മെഷീനോട് ജസ്റ്റ് ഇതാക്കിയാണ് ചെറിയതാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേറെ ചെറിയതാവും, 2-3 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഉപ്പാക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉപ്പാക്കുള്ള ചോറ് കൊടുത്തു. അതും ഞാനിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ. അസുവോ ചോറ് കഴിക്കണ്ടേ? അപ്പം ഞാൻ ഓട്സാണ് കഴിക്കുന്നത്. ഓട്സിലേക്ക് നമ്മൾ പരിപ്പിൻ്റെ കറി ഇവിടെ ഒഴിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് മുട്ട പൊരിച്ചെടുത്തിട്ട് ഹസ്ബൻഡ് പ്ലെയിനേ പറ്റുള്ളൂ, കുരുമുളക് ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. വേറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. തേങ്ങ ചമ്മന്തി ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് ഇട്ടിട്ടില്ല കേട്ടോ. ആറ്റി തരട്ടൊന്നി. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഉപ്പാക്ക് വേണ്ടി ഞാൻ പാൽ ചായയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ എവിടെയെന്ന് വിചാരിച്ചു ഇവിടുത്തെ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിൽ സ്റ്റാഫ് പോവുകയാണ്, പുതിയൊരു സ്റ്റാഫ് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എല്ലാ പണി ഏകദേശം കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ പശുവിന് വേണ്ടിയിട്ടുള്ള, പശു എല്ലാം കരച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ അനിയന്മാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അനിയന്മാർ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അവർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് 2 പേരും. അപ്പം ഞാനാണിത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്നാലാണെങ്കിൽ മൃഗങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറയാം കേട്ടോ. വൈക്കോൽ ഇട്ടെടുത്തപ്പോൾ ആൾ ഉഷാറായിരുന്നു അല്ലേ. എനിക്കിതിനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിവരൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ ഭാഗത്തേക്കൊന്നും എല്ലാം വരലില്ല, പേടിച്ചിട്ടാണ്, വല്ല ഒന്നുമല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ആല, ഇവിടെയാണ് അറവിശാല, അവിടെ ആല തന്നെയാണ് കേട്ടോ. നമ്മളുടെയൊക്കെ പാരമ്പര്യമായിട്ടുള്ള അറവിൻ്റെ ആളുകളാണ്. ഇവിടുന്ന് ഇതിനറുത്തിട്ട് നമ്മളെ കുനിയിലാണ് നമ്മളെ ഷോപ്പൊക്കെ വരുന്നത്. 2 ഷോപ്പിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇവിടുന്ന് ഇറച്ചി കൊണ്ടുപോകാമല്ലോ കേട്ടോ. നീ കഴിച്ചോട്ടോ, ഞാൻ പോവാണേ. പിന്നെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഞാൻ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കാണാത്തൊരു അത് കാണണം കേട്ടോ. നമ്മൾ അഗിരി മന്ദിരത്ത് പോയിട്ടാണ് അവർ കൂടെയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ന്യൂ ഇയർ. അപ്പോൾ ആ പോരുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈവനിങ് ഇവിടെയും ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്, നമ്മൾ ആലുക്കലാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ ഹസും ഞാനും അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഇവിടെ ഒരു മുത്തബക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര
ഭയങ്കര ടേസ്റ്റ്. നമുക്ക് അല്ലെങ്കിലും തട്ടുകട ഫുഡ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അരീക്കോട് ഭാഗത്തുകൂടെ പോകുന്നില്ല ആലിക്കൽ ഈവനിങ് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വയറ് നിറയും ചെയ്യും. ആകെ 80 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കാണുക. ഇന്നലെ നൈറ്റിലാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് അവരെ കൂടെ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്നലെ ഞാൻ സാധിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ പപ്പക്ക് പാർസലും വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ.